എബ്രോഡ് സ്റ്റഡി എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ അഥവാ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും രണ്ട് ആളുകളുടെ കയ്യിലുള്ള തീരുമാനങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ കോളേജിൻ്റെയോ കയ്യിലുള്ള തീരുമാനം. പിന്നെ വരുന്നത് അതാത് രാജ്യത്തെ കാനഡ അല്ലെങ്കിൽ UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ അതാത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. ഏതൊക്കെയാണ് ഇവരുടെ തീരുമാനങ്ങൾ? IELTS സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ടും മുന്നത്തെ അക്കാഡമിക്സിനെ ബേസ് ചെയ്തുകൊണ്ടും ഒരു യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഓഫർ ലെറ്റർ, ഈ പോയിന്റ് വരെയാണ് ഒരു യൂണിവേഴ്സിറ്റി ഓർ കോളേജിൻ്റെ ഒരു ഭാഗം വരുന്നത്. ഈ ഒരു പോയിന്റ് വരെ എല്ലാവരും തന്നെ ക്ലിയർ ചെയ്യപ്പെടുന്നതാണ്. അഥവാ ഒരു 70% കുട്ടികളും തന്നെ ക്ലിയർ ചെയ്യപ്പെടുമെന്ന് പറയാം. ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ബാക്കിയുള്ള ഭാഗം, അതായത് അതാത് രാജ്യങ്ങളുടെ ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഭാഗമാണ് വിസ ഇഷ്യൂയൻസ് എന്ന് പറയുന്നത്. ഈ വിസ ഇഷ്യൂയൻസിൻ്റെ കാര്യത്തിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. വിസ ഇഷ്യൂവിൻ്റെ കാര്യം വരുമ്പോൾ ഷോ മണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു വിദ്യാർത്ഥിയുടെ സ്റ്റഡി അബ്രോഡ് ആസ്പിരൻറ്റിൻ്റെ അക്കൗണ്ടിൽ ഒരു മിനിമം ആയിട്ടുള്ള ട്രാൻസാക്ഷൻ 6 മാസത്തേക്കെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അത് ചിലപ്പോൾ 10 ലക്ഷമാവാം, 15 ലക്ഷമാവാം. ഇതിൻ്റെ എമൗണ്ട് കൂടുന്തോറും തന്നെ ആ വിദ്യാർത്ഥിക്ക് വിസ ഇഷ്യൂ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈ ട്രാൻസാക്ഷൻ്റെ ഒരു എത്രയാണ് 6 മാസം മുന്നേ അല്ലെങ്കിൽ 10 മാസം മുന്നേ ഒരു കുട്ടി പഠിച്ച് പുറത്തു പോയി പഠിക്കണമെന്ന് തീരുമാനം എടുക്കുമ്പോൾ ഓഫർ ലെറ്റർ കിട്ടാനുള്ള വഴി മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് ഷോ മണിയെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അത് UK പോകുന്നതെങ്കിൽ അവിടെ ഉള്ള ഗവൺമെൻറ് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. കാനഡയിലാണെങ്കിൽ മറിച്ച് അതിൻ്റെ പ്രോസസ്സ് കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. US-നും അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ ഈ ഷോ മണിയെ പറ്റിയിട്ടുള്ള അവയർനെസ് ഇല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ അക്കാഡമിക്സിലൊക്കെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കാം. അവർക്ക് ഓഫർ ലെറ്റർ കിട്ടും, നല്ല യൂണിവേഴ്സിറ്റീസ് ഓഫർ ലെറ്ററൊക്കെ വരുമായിരിക്കാം. പക്ഷേ ഈ ട്രാൻസാക്ഷൻ ഇഷ്യൂ, ഈ ഫണ്ട് കാണിക്കാനായിട്ട് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളെടുത്ത എഫേർട്ടാണ് ഇല്ലാതെയായി പോകുന്നത്. ഒരു 6 മാസത്തെയോ അല്ലെങ്കിൽ ഒരു 10 മാസത്തെയോ ഒരു കുട്ടി എടുക്കുന്ന എഫേർട്ട്, ഒരു ചെറിയൊരു കാര്യം, ഒരു അശ്രദ്ധ, ഈ ഷോ മണി എന്ന കൺസെപ്റ്റിനെ പറ്റിയുള്ള അവയർനെസ് ഇല്ലായ്മ കാരണം ആ എഫേർട്ട് നടക്കാതെ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ പുറത്തേക്ക് പോയി പഠിക്കുക എന്നുള്ള സ്വപ്നം ഒരു സ്വപ്നമായി പലപ്പോഴും നിൽക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പിന്നെ പഠിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് നിൽക്കുന്നതിന് കാരണം ഒരു വർഷം പോയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. വിസ റിജക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഇതിൽ വേണ്ടി വരും കൊടുക്കാനായിട്ട് 6 മന്ത്സ് മിനിമം ട്രാൻസാക്ഷൻ അക്കൗണ്ടിൽ ഇല്ലാത്ത പക്ഷം വിസ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ആണ് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പോൾ 2 വിഭാഗമായിട്ട് തിരിക്കുമ്പോൾ ഒന്ന് കോളേജിൻ്റെ ഭാഗത്തിനെ പറ്റിയിട്ടുള്ള ഓഫർ ലെറ്റർ കിട്ടുന്ന ഒരു ഡയറക്ഷൻ മാത്രമാണ് പലപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ അതുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ് വിസ ഭാഗം. കോളേജിനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്കോ ഒരു രീതിയിലും കുട്ടികളെ സഹായിക്കാനായിട്ട് സാധിക്കില്ല. ഈ ഷോ മണി കൺസെപ്റ്റിനെ പറ്റിയിട്ട് അറിയുന്ന നല്ല ഏജൻസികളുടെ അടുത്ത് നിന്ന് മാത്രം ഇതിന് വേണ്ട സപ്പോർട്ടും അഡ്വൈസും എടുക്കാൻ പാടുള്ളൂ. തെറ്റായിട്ടുള്ള അഡ്വൈസ് മൂലം പൈസ 10 ലക്ഷം കാണിക്കുന്നതിന് അത് 10 ലക്ഷം തന്നെ കാണിക്കുകയല്ല, അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ട്രാൻസാക്ഷൻ കാണിക്കുമ്പോൾ ഇപ്പോഴും ഒരു സേഫർ ആയിട്ടുള്ള ലിമിറ്റിൽ ആ കുട്ടിയുടെ ആപ്ലിക്കേഷൻ വന്ന് നിൽക്കുകയാണ്.